അങ്ങനെ പെട്ടെന്നൊരു പനി വന്നു. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിയത് ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് നടക്കാനോ അങ്ങനെയൊന്നും കാര്യങ്ങൾക്കൊന്നും പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അഡ്മിറ്റ് ചെയ്തായിരുന്നു. അതിന് ശേഷമാണ് കുറച്ച് ബോധം വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ വ്ളോഗ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ സുഖവാസത്തിന് വേണ്ടി ഒന്ന് ലക്ഷ്മി വരെ വന്നേക്ക്. അങ്ങനെ കുറേ ഗുളികയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി കഴിച്ചു. ആ മരുന്ന് കുടിക്കണം. ഞാൻ നോർമലി ചുമയുടെ മരുന്നേ കുടിക്കാറില്ല. എന്നിട്ട് മരുന്ന് സൂചിയും കാര്യങ്ങളും കൈയൊക്കെ അതിങ്ങനെ കുത്തി വെച്ചേക്കാനും ഭയങ്കര ഇറിറ്റേഷൻ കാര്യങ്ങളുണ്ട്. നമ്മൾ കുറേ നാളിന് ശേഷമല്ലേ. പിന്നെ ലക്ഷ്മിയുടെ ഒരു വാച്ചൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്, എൻ്റെ പേരും കാര്യങ്ങളൊക്കെ അടങ്ങിയത്. പിന്നെ നമ്മൾ വെള്ളമൊക്കെ കുടിക്കണ സമയത്താണെങ്കിലും നമുക്ക് ഈ തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്ത ഫീലായിരുന്നു. ഗുളിക കഴിക്കുമ്പോൾ തീരെ എവിടെയോ സ്റ്റക്കായി കിടക്കണ ഒരു ഇത്. അത് കാരണം ഭയങ്കര ഒരു ടേസ്റ്റ് വ്യത്യാസവും എല്ലാം. നമുക്ക് ബാക്കിയൊന്നും ഫുഡിൻ്റെ ഒന്നും വലിയ കാര്യമായിട്ട് ടേസ്റ്റ് അറിയുന്നില്ല. പക്ഷേ ഈ ഗുളികയുടെ ഒക്കെ കാര്യങ്ങൾ നല്ലോണം അറിയുന്നുണ്ട്. പിന്നെ ഞാനൊരു ക്രീം ബണ്ണോ എന്തോ കേക്ക് വെച്ചാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെയാണ് ഈ ഒരു മരുന്ന് കുടിക്കാനുള്ളത്. ഇതൊക്കെ കുടിച്ച് വന്നപ്പോഴേക്കും ഞാൻ ഔഷധയായി. നമുക്ക് പനി പിടിച്ചിട്ട് ഇന്ന് കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത് 2 ദിവസമായി പനി പിടിച്ചിട്ട്. അപ്പോൾ നമ്മൾക്കിവിടെ ഹർത്താലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അന്ന് വൈകിട്ട് അതിൻ്റെ തലേന്ന് വൈകിട്ട് മുതൽ ചെറുതായിട്ട് പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് ഫിനിഷായി. കപ്പേക്കായിട്ട് കൊണ്ടു നടക്കണേ. അഡ്മിറ്റ് ചെയ്തിട്ട് 2ാമത്തെ ദിവസം അല്ലേ. ഇന്നലെ രാത്രി വന്നു, ഇന്ന് മോർണിംഗാണ്. അപ്പോൾ അടുത്ത ട്രിപ്പ് എത്തിയിട്ടുണ്ട്. അതെ, ആദ്യം മുതൽ നമ്മളിവിടുത്തെ വന്ന പാടെ തന്നെ രാവിലെ വെറും വയറ്റിൽ കഴിക്കാനുള്ള മരുന്നും തന്ന് ബാക്കിയുള്ളത് മാറ്റി വെക്കുകയും ചെയ്തു. ഒരു കുത്തും തന്ന്. ഇഞ്ചക്ഷനോടുകൂടി ഞാൻ ഏകദേശം 1 ഗുണമായിട്ടാണ്. ഇനി ഫുഡ് കഴിച്ചതിന് ശേഷം കഴിക്കാനുള്ള മരുന്ന്. അപ്പോൾ ആണെങ്കിൽ എൻ്റെ ഫോണിൽ പോലും നെറ്റില്ല. ഞാൻ നെറ്റ് പോലും കേട്ടിട്ടില്ല. ഭയങ്കര പുറടിച്ചിരിക്കുക. ഇന്നാണ് ഇപ്പോൾ തല മുന്നിലിരുന്നത് കേട്ടോ. ഇത്രയും ദിവസം ഉണ്ടായിട്ട് എന്താണ് ഞാൻ ഓക്കെ. ഇന്നലെ നമുക്ക് പനിക്ക് വേണ്ടിയിട്ട് ഒരു ഇഞ്ചക്ഷൻ വെച്ചായിരുന്നു. അതിന് ശേഷമൊക്കെ തല ഒന്ന് കൂടിയത്. അതുവരെ ഞാൻ ഇങ്ങനെ ബോധം ഉണ്ടായില്ല ഞാൻ എന്തൊക്കെയാണ് കാണിക്കണേന്ന്. വിറച്ചിക്കണം അങ്ങനെ എന്തൊക്കെയോ. പനിയുടെ മരുന്ന് കുത്തിവെച്ചതിന് ശേഷമാണ് ഞാനൊന്ന് ഓക്കെ. അപ്പം ഇനി ഡോക്ടർ എന്നേക്കാളും മുമ്പ് 2-3 ട്രിപ്പ് കയറ്റാനുണ്ട്. ഇപ്പോൾ 2 ട്രിപ്പ് നമ്മുടെ ഓൾറെഡി കയറ്റി. ഇനി ഈ ഒരു ട്രിപ്പുണ്ട്, വേറൊരു ട്രിപ്പുണ്ട്. അത് നമുക്ക് ഫിനിഷ് ചെയ്യണം. അപ്പോൾ രാവിലെ കാക്കതേ പല്ല് കേൾക്കണ തിരക്കിലാണ് കേട്ടോ. നമ്മൾ പേസ്റ്റോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല, ഒരു സാധനം എടുത്തിട്ടുണ്ടായില്ല. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് നേരം വെളുത്ത് തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ ഉറക്കമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ പോണു. പല്ലൊക്കെ തേച്ചിട്ട് ഞങ്ങൾ ഓർബിറ്റ് തന്നെയാണ് ഈ കാണുന്നത്. എനിക്ക് ചായ കൊണ്ടത് ഞാൻ മിനിഞ്ഞാന്ന് രാത്രി മുതലല്ലേ ചോദിക്കണേ. കിട്ടി. കിടപ്പിലായതിനു ശേഷം തരാത്. 3 ദിവസം അതിനെ ഒരു പാൽ ചായ ചോദിച്ച് എൻ്റെ കെട്ട് 3ാമത്തെ ദിവസം എനിക്കത് എത്തിച്ചേർന്നില്ല. വെള്ളം കുടിച്ച് ചാവപ്പ. എനിക്ക് രാവിലെ തന്നെ ഒരു പാൽ ചായ കിട്ടിയാലാണ് ഞാൻ ഓക്കെ ആവുള്ളൂ. അപ്പോൾ അത് കാരണം രാവിലെ തന്നെ ആ പാൽ ചായ കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ചായ കുടിക്കുന്നതായി കാണുന്നത്. അത് കഴിഞ്ഞ് കുപ്പിയുടെ മുകളിലാണ്ട് എൻ്റെ കൈ. മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് ട്രിപ്പ് താഴെ വെക്കണ സമയത്ത് ട്രിപ്പ് അനങ്ങുന്നില്ല. നമുക്ക് പെട്ടെന്ന് തീർക്കണമല്ലോ. അപ്പോൾ അത് കാരണം അങ്ങനെ വെച്ചതാണ്. പിന്നെ നമുക്കുള്ള ഫുഡ് വന്നു. ഇവിടെ കൊണ്ടുവന്ന് തരും കേട്ടോ ഫുഡ്. നമ്മൾ പറഞ്ഞതിനെ ഇവിടെ കൊണ്ടുവന്ന് തരും. അങ്ങനെ അപ്പവും കടലക്കറിയായിരുന്നു പറഞ്ഞിരുന്നത്. ഇക്കാക്ക കഴിക്കാനുള്ള ഫുഡും കൂടി എനിക്ക് ഇട്ടിട്ട് നിന്നിട്ടാണ് ഇക്കാക്ക ഇരിക്കുന്നത്, കണ്ടില്ലേ.
അങ്ങനെ കടലക്കറി എനിക്കാണെങ്കിൽ ഫുഡിനൊന്നും യാതൊരു ടേസ്റ്റോ കാര്യങ്ങളോ ഇല്ല. അതിൻ്റെ പോരാഞ്ഞിട്ട് നമുക്കൊന്നും സ്വന്തമായിട്ട് ചെയ്യണം. എനിക്ക് അല്ലാത്തപ്പോൾ ഫുഡ് വാരി തന്നാലൊന്നും എനിക്ക് വേറെ വിഷമമൊന്നുമില്ല. പക്ഷേ എൻ്റെ വലത്തെ കയ്യിലായിരുന്നു ആ സൂചിയും കാര്യങ്ങളൊക്കെ കുത്തിയിട്ടായിരുന്നത്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ പെട്ടെന്ന് വാരി തരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമവും എന്തൊക്കെയോ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇക്കാക്ക ആയതുകൊണ്ട് അത്ര ഫീല് വന്നില്ല എന്ന് പറയാം. ഞാൻ ഇക്കാക്ക വാരി തന്നത് എങ്ങനെയൊക്കെയോ ഞാൻ കഴിച്ച് തീർത്തതാണ് കേട്ടോ. ഇക്കാക്കയുടെ ഫുഡും എനിക്ക് കിട്ടുന്നിട്ടാണ് ഇക്കാക്ക ഈ ഇരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പേര് കൊണ്ടുവന്ന് ഡോറിൽ ഇട്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ലല്ലോ. ഇക്കാക്ക പുറത്ത് വന്നതിന് ആ ഒരു സംഭവം കണ്ടിട്ട് ഇക്കാക്ക എനിക്ക് വീഡിയോ എടുത്ത് കാണിച്ചായിരുന്നു. കാണുന്നു ശരി നിൻ്റെ പേരൊക്കെ എഴുതി ഒട്ടിച്ചടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇതാവും അവാർഡ് പടവും കറക്റ്റല്ലേ? കയ്യടിക്ക് അപ്പം അവാർഡ് പടവും അനങ്ങാണ്ട് കിടക്കണം. ഞാനൊരു റെസ്റ്റൊക്കെ വേണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇത്രയും വലിയ റെസ്റ്റൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓഫീസിൽ ലീവാണ്. 2 ഡേ ഹർത്താലുണ്ടായിരുന്നു 3 ദിവസം. തട്ടി പോവല്ലെന്ന് പറയണേ സമാധാനത്തിൽ കിടക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഈ വെഡിങ് ആനിവേഴ്സറി അതിന് മുമ്പ് കാക്ക എൻ്റെ സുഖ ചികിത്സ തരാനായിട്ട് ഇവിടെ കൊണ്ടുവന്നിടത്തേക്കുന്നത്. അതെ, വെഡിങ് ആനിവേഴ്സറിക്ക് മിക്കവാറും കാക്കാക്ക് കൊടുക്കാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട്. അപേക്ഷിച്ച് 1 കോടി കേട്ടോ. യെസ് ഗൈസ്, കാക്ക ഫസ്റ്റ് തുമ്മൽ തുമ്മിട്ടുണ്ട്. എനിക്ക് സന്തോഷമൊന്നുമില്ല. എൻ്റെ ബൈസ്റ്റാൻഡറിന് വയ്യാതെ ഇവിടെ നമുക്ക് എല്ലാം ഉണ്ട്. ട്രിപ്പുണ്ട്, മരുന്നുണ്ട്, ബെല്ലുണ്ട്. ബെല്ല് നമ്മളിവിടെ ബെല്ലടിച്ചാൽ മതി, ആളെത്തും പറഞ്ഞെത്തും. നല്ല രസന്മാരാണ്. സുഖവാസം അവകാശമുണ്ട്. ഒരു ബെഡ്, 2ാമത്തെ ബെഡ് യോജിച്ചെടുക്കുക. അത് ഡബിൾ ബെഡ്. ബൈസ്റ്റാൻഡർ എന്താന്ന് നോക്കിയാൽ ഡബിൾ ബെഡിലൊക്കെ കിടക്കോളും. ബൈസ്റ്റാൻഡർ പൈസ കൊടുക്കുന്നു. ബൈസ്റ്റാൻഡർ എന്നാ കേട്ട് അനക്കാക്ക ചൂടുവെള്ളം വാങ്ങാൻ പോകും. കുടിക്കാനാണ് വാങ്ങിച്ചു. അങ്ങനെ എൻ്റെ ബൈസ്റ്റാൻഡർ എനിക്കുള്ള ചാർജറും കണക്ടറും നന്നിട്ട് പോയാണ്. ഇതെനിക്കാണോ? ടാറ്റ, ബൈ ബൈ. നല്ല പനിച്ച് പറിച്ച് വന്നാൽ ഞങ്ങൾ ഊബർ വിളിച്ച് റിച്ചായിട്ടാണ് വന്നത് അല്ലേ കാക്ക? പൈസ ടാറ്റ, സീ യു. ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ എൻ്റെ കെട്ടിയവൻ പോയി തിരിച്ചു വന്ന് ലുക്കനായിട്ടാണ് തിരിച്ചു വന്നേക്കണം. നിങ്ങൾ നോക്കൂ, എൻ്റെ കെട്ടിയവന് ലുക്ക് കൂടിയ താടി പഠിച്ച ഇല്ലേ? എനിക്ക് പഠിച്ചോട്ട് തോന്നണ്ടല്ലോ. നോക്കട്ടെ തിരിഞ്ഞ് ചെയ്തില്ലേ നോക്കട്ടെ.
വടിച്ച് 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 അത്യാവശ്യം നിലയിൽ കിടന്നപ്പോ നിങ്ങൾ വടിച്ച് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇക്കാക്ക പോയി വന്നപ്പോഴത്തേ ഉമ്മച്ചി ചോറും കാര്യങ്ങളൊക്കെ കൊടുത്തു വിട്ടായിരുന്നു കേട്ടോ. അച്ചിങ്ങയും ചോറും. ഇത് ഞാൻ ഓഫീസിൽ ചോറ് കൊണ്ടുപോകണ പാത്രമാണ്. അപ്പോൾ അതിൽ തന്നെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തത്. ഇക്കാക്ക ഓൾറെഡി ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് ഭയങ്കര സുന്ദരനായിട്ടാണ് വന്നത്. പിന്നെ ഉമ്മച്ചി മീൻകറിയും അച്ചിങ്ങലത്തും പിന്നെ മുട്ട പൊരിച്ചതും മീൻ പൊരിച്ചതൊക്കെ ആയിട്ട് കൊടുത്തത്. ഞാനേതോ റിസോർട്ടിലേക്ക് വന്നതായിട്ട് എനിക്ക് തോന്നുന്നു. എന്ത് ചെയ്യാനാണ്, പിന്നെ വയ്യാതെ തീരെ വയ്യായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അഡ്മിറ്റിങ് കാര്യങ്ങളൊക്കെ പോയത്. ഇക്കാക്കയാണെങ്കിലും പേടിച്ചു പോയി. ഞാൻ 2-3 ദിവസമായിട്ട് കുഴപ്പമുണ്ടായില്ല. തലയൊക്കെ കറങ്ങി കിടക്കുകയാണെങ്കിലും വലിയ സീനുണ്ടായില്ല. ഇതെനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നു, ഞാൻ വീഴുന്നു. അതിനൊക്കെ വന്നതിന് മുമ്പാണ് ഇക്കാക്ക എന്നെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയിണ്ടായി. പിന്നെ ചോറ് കഴിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ മാറാനായിട്ട് ഇതേ ഒരു ബണ്ണ് തന്നായിരുന്നു. പിന്നെ ഇക്കാക്ക ബ്രൗണി കഴിച്ചായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഡബിൾ റൂമാണ്. ഇവിടെ നിന്ന് നമ്മൾ മാറാൻ പോയിട്ടോ. അവിടെ 2000 ഫീസെങ്കിൽ ഇവിടെ സിംഗിൾ ബെഡ് ആകുമ്പോൾ ഒരു 1000 അങ്ങനെ കണ്ട റേഞ്ച് വരുന്നത്. ഞങ്ങളിപ്പോൾ നമ്മൾ വീണ്ടും റൂം മാറിയേ. എൻ്റെ ഹെൽമെറ്റ് എത്തിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഊബർ വിളിച്ച് വന്നായിരുന്നു ഹെൽമെറ്റ് ഒന്നും എടുക്കാനുള്ള ഒരു താടി എനിക്കുണ്ടായില്ല. സിംഗിൾ ബെഡ് എൻ്റെ ബൈ സ്റ്റാൻഡറിനും ഒരു ബെഡ് എനിക്ക്. ഇവിടെ ഉണ്ട് കേട്ടോ 3 വേസ്റ്റ് ബാസ്ക്കറ്റ്. പിന്നെ കടച്ചൊക്കെയുണ്ട് കണ്ടോ. ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. പുറത്ത് നല്ല മഴയാണ്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇക്കാക്ക വന്നപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നിരുന്നു, എടുത്തുകൊണ്ട് വന്നിരുന്നു. അപ്പം ഇനി ഞാൻ ഒരു കമ്മലെടുക്കണമെന്നൊക്കെ വിചാരിക്കും പറയാൻ പറഞ്ഞു. അല്ല, ഞാൻ ചെവിയിലും പെട്ടിട്ടില്ല. സ്റ്റെക്കിൽസ്. അപ്പം ഞാൻ ഇനി കുറച്ച് നേരം, അതെ എനിക്ക് കാലോട്ട് കയറാനുള്ളതൊക്കെ ഉണ്ട്. ഞാൻ ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ പോയി. കണ്ടോ എന്താ ഹെഡ്സെറ്റൊക്കെ കൊണ്ടുവന്നേക്കണം. എയർപോർട്ട് എന്നിട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആവശ്യകലാകാരി സ്വീപ്പിംഗ് നടത്തിയിട്ടുണ്ടോ, വാൾസ്, ഡോസ്, TV സെറ്റ് പറഞ്ഞോണ്ട് ഇവിടുത്തെ TV നമ്മൾ ഓണാക്കിയില്ല. വാൾസ് ചെയ്തിട്ടുണ്ടോ, സിഗ്നൽ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ ഇട്ടുള്ള പോത്താണ് ഇതിലേക്ക് ബൾബ് കത്തുന്നത്. കുട്ടി സമാധാനത്തില് കുളിക്കാൻ ഇവിടെ ഇവിടെ നടക്കാലോ. രാവിലെ കൊണ്ടത് കുട്ടിയതാണ് കഴിഞ്ഞത്. എൻ്റെ ഹോസ്പിറ്റൽ അവസാനിക്കാനുള്ള ലാസ്റ്റ് ട്രിപ്പും കഴിഞ്ഞ് ഇതിന് ഡിസ്ചാർജ് ആവുമ്പോഴേ ഇത് അയക്കുള്ളൂ. ഇക്കാക്കപ്പോൾ ചായ വാങ്ങാൻ പോയിട്ട് കയ്യൊക്കെ പൊക്കാനുള്ള ആരോഗ്യമില്ല, വേദന എടുക്കുന്നുണ്ട്.
ചെന്ന് വീട്ടിൽ ചെന്ന് ഒന്ന് കുളിച്ചാൽ മാത്രമേ ഒരു ഫ്രഷ്നെസ് കിട്ടുള്ളൂ. ഡെക്ടോളൊക്കെ വച്ചിട്ടാണ് പോകാനായിട്ട് കുളിക്കാൻ. തലക്കൊരു വെളിവില്ല. അപ്പോൾ പുറത്ത് നല്ല മഴയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആകാനായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ പോയി. അങ്ങനെ അതേ കാക്ക രാവിലത്തേക്കുള്ള ഫുഡും വാങ്ങിച്ചുകൊണ്ടുതന്നെ ഇന്ന് നമ്മൾ മുട്ടക്കറിയും അപ്പവും ഇടിയപ്പവും ഒക്കെ വാങ്ങിയിരിക്കുന്നത്. മുട്ട ദേ പൊട്ടിക്കാണ്ടാണ് തന്നത്. അതായത് പുഴുങ്ങി അങ്ങനെ പാടി കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ നമ്മളവിടെ പുറത്ത് പോയി വാങ്ങണം. പിന്നെ ഇക്കാക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എന്തൊക്കെയോ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ബ്രദറാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇന്ന് വെറും വയറ്റിൽ കഴിക്കാനുള്ള ഗുളിക സെറ്റായിട്ടുണ്ട്. കണ്ട മുട്ട അങ്ങനെ പോലെ തൊണ്ടേപ്പാടി കൊണ്ടുവന്നേക്കെ. ഇനി ഇത് നമ്മൾ പൊട്ടിച്ചിട്ടാണ് ആ കറിയിലിട്ട് തിന്നാൻ. അങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോഴേക്കും എനിക്ക് ആ കൈയുടെ അവിടെ വിങ്ങുന്ന ഒരു ഫീല്. നമുക്ക് ഡിസ്ചാർജ് ഷീറ്റ് എഴുതി തരണം. ഞാൻ അവിടെ ചോദിച്ചു. ഓൾറെഡി ബില്ലും കാര്യങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അവർ നോർമലി ഊരാറുള്ളൂ. പക്ഷേ ഇത്തവണ എനിക്ക് അവിടെ വിങ്ങണ കാരണം ഡിസ്ചാർജിന് എഴുതിയല്ലോ. അപ്പോൾ അത് കാരണം അവർ എടുത്ത് തന്നു. അപ്പോൾ പൊളിക്കണ സമയത്ത് നമ്മുടെ രോമവും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ഭാഗത്താണല്ലോ. എനിക്കാണെങ്കിൽ അത്യാവശ്യം രോമവും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒറ്റടി പറിച്ചെടുക്കുമ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിട്ടോ കഴിഞ്ഞു. നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനൊക്കെ ബില്ലൊക്കെ പേ ചെയ്യാൻ പോയേക്കാണ്. അങ്ങനെ എല്ലാം പാക്ക് ചെയ്തൊക്കെ എടുത്ത് നമ്മൾ നേരെ വീട്ടിൽ പോയാണ് ഗൈസ്. അപ്പോൾ ബൈ.